വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തയിലെ ദയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെയുള്ള ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. ഈ നിമിഷം ഇനിയൊരിക്കലും ഈ ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണ്. അങ്ങനെ ആവർത്തിക്കാത്ത കുറേ നിമിഷങ്ങളുടെ പേരാണ് ജീവിതമെന്നത്. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞുകൊണ്ട് ചിരിക്കണം. ആ ചിരി തളർന്നവർക്ക് കരുത്താകാനും തളർത്തിയവർക്ക് കരുത്ത് അറിയിക്കാനുമുള്ളതാവണം. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. എന്നാൽ കണ്ണ് നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. നഷ്ടപ്പെട്ട സമയത്തെ ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല. എന്നാൽ വരാനിരിക്കുന്ന ആ നിമിഷത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയും. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും അവരവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം അത് ഒരുപോലെയാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. കാരണം ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ നാളെ നിങ്ങളോടൊപ്പം നടക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. തളർന്നു വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് പലരും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും ഓർത്ത് നിങ്ങൾ ഭീതിപ്പെടേണ്ടതില്ല. മുമ്പോട്ട് മാത്രം നോക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ചുറ്റും നടക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിയുമ്പോൾ എന്തായിരുന്നു അവൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ്. ഭയത്തെ നിങ്ങൾക്ക് ദർശിക്കാനാവില്ല. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ 2 കാര്യങ്ങൾ ചെയ്യുക. 1, ആരുടെയും ആരുമാകാതിരിക്കുക. 2, ആരെയും നിങ്ങളുടെ ആരുമാകാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് പലരും പലതും പറയുന്നതും പരദൂഷണം പറയുന്നതും നിങ്ങൾ തെറ്റുകാരായതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്കൊരു പക്ഷേ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് കൂടിയാണ്. വെറുപ്പ്, കോപം, സൗഹൃദം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയാതെ പോകും. Thank you for watching. Please support and subscribe.